പാണക്കാട്ട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അനധികൃതമായി ഒന്നും നടന്നിട്ടില്ല എന്ന മലപ്പുറം നഗരസഭാ ചെയർപേഴ്സന്റെ വാദം വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തള്ളി. മണ്ണെടുപ്പ് നടന്ന സ്ഥലത്ത് അനധികൃതമായ പാറ പൊട്ടിക്കൽ നടന്നിട്ടുണ്ട്. മണ്ണെടുപ്പിന് നഗരസഭ കൊടുത്ത അനുമതിയുടെ മറവിൽ ആരും അറിയാതെയാണ് സ്ഥലമുടമ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. മണ്ണിടിച്ചിലുണ്ടായതിന് തൊട്ടടുത്ത പെട്രോൾ പമ്പ് നിർമ്മാണത്തിനായി പാറ പൊട്ടിച്ചിരുന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയും മന്ത്രി ശരിവെക്കുകയായിരുന്നു. ആദ്യം പൊട്ടിച്ചതിന്റെ പ്രതിഫലമാകും തൊട്ടടുത്ത മണ്ണിടിച്ചിലിന്റെ കാരണമെന്നും സ്ഥലം സന്ദർശിച്ച മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കാര്യത്തിൽ വീഴ്ചയുണ്ടായി, എന്താ സംശയം? അതുകൊണ്ടാണല്ലോ ഷോക്കോസ് കൊടുത്തത്. അതുകൊണ്ട് ഷോക്കോസ് കൊടുത്തു. കലക്ടറോ എസ് പിയോ എല്ലാവരും അറിയില്ല. പക്ഷേ ജിയോളജി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് വീഴ്ച പറ്റും, അവർ നോക്കേണ്ടതല്ലേ. മാത്രമല്ല അവരെ ശ്രദ്ധയിൽ എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരും സ്റ്റാഫും പെടുത്തുകയും ചെയ്തു. അനധികൃതം ആണ് മണ്ണെടുപ്പ്, പാറ പൊട്ടിക്കൽ. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറേ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാക്കിയത്. ഒരു പെർമിറ്റും പാറ പൊട്ടിക്കാൻ കൊടുത്തിട്ടില്ല. കല്ല് പൊട്ടിച്ചതിന് ഗവൺമെൻറ് വളരെ ശക്തമായി ആക്ഷൻ എടുക്കും. അതിൽ അവർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ മറുപടി എന്താണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും ആക്ഷൻ. ഇവിടെ ഇനി കൺസ്ട്രക്ഷൻ ഒന്നും പറ്റില്ല. ഒരുവിധ അത്തരം ആക്ടിവിറ്റീസും ഇവിടെ അനുവദിക്കൂല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, കഴിഞ്ഞ ദിവസം മുബഷീറിനോട് തർക്കിച്ചിരുന്ന നഗരസഭാ ചെയർപേഴ്സണെ അവിടെ നിർത്തിക്കൊണ്ടാണ് വ്യവസായ മന്ത്രി ഇത് അനധികൃതമാണ് മണ്ണെടുപ്പ് എന്ന് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്? ഇതിനുശേഷം ഈ പ്രതികരണത്തിന് ശേഷം ചെയർപേഴ്സൺ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല സ്മൃതി. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ന്യായീകരണമായിരുന്നു മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ റിനീഷ പറഞ്ഞിരുന്നത്. സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഇത് പ്രകൃതി ദുരന്തമാണെന്ന് പറയുന്നു. ഇവിടെ അനധികൃതമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നു. പക്ഷെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നൊന്ന് മയപ്പെടുത്തിയും അനധികൃതമായിട്ട് നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ തൊട്ടടുത്ത ദിവസം നമുക്ക് നൽകിയ ബൈറ്റിൽ വലിയ ന്യായീകരണം അവർ നടത്തുന്നുണ്ട്. അനധികൃതമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഈ മേഖലയിലൂടെ കടന്നു പോകുന്നയാളാണ്, ഈ മേഖലയിലെ കൗൺസിലറാണ്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, തനിക്കത് ഉറപ്പുണ്ട്. പരിസ്ഥിതി ലോല മേഖലയല്ലല്ലോ എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള സമീപ പ്രദേശത്തെ പ്രദേശവാസി കൂടിയായിട്ടുള്ള മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇവിടെ അനധികൃത പാറ പൊട്ടിക്കൽ നടന്നു എന്നുള്ളതാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. നഗരസഭ കൊടുത്ത മണ്ണെടുപ്പിന്റെ മറവിലാണ് ഇവർ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പാറ പൊട്ടിച്ചിരിക്കുന്നത്. ഈ പാറ പൊട്ടിച്ചതാണ് നിലവിൽ മണ്ണിടിച്ചിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ നിരുത്തരവാദപരമായി പറഞ്ഞ പല പ്രസ്താവനകളെയും നഗരസഭയ്ക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലൂടെ വായിച്ചെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നഗരസഭാ ചെയർപേഴ്സന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ഈ പ്രദേശത്തെ പരാതികൾക്കെതിരെ, അതായത് ഈ പ്രദേശത്ത് നിരവധി അനധികൃതമായിട്ട് മണ്ണെടുപ്പ് നടന്നു എന്ന നാട്ടുകാരുടെ പരാതിയെ പ്രതിരോധിക്കാൻ സ്ഥലമുടമ നഗരസഭാ ചെയർപേഴ്സന്റെ വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. ചെയർപേഴ്സൺ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ എന്നുള്ളതായിരുന്നു നൌഫൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സ്ഥലത്തിന്റെ ഉടമ ആരാണെങ്കിലും അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ വീടാണ് എനിക്ക് പിൻഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ റിപ്പോർട്ടർ സംഘം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മേഖലയിലെത്തി. അനധികൃതമായിട്ട് പെട്രോൾ പമ്പിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഇവിടെ പാറ പൊട്ടിച്ചിരുന്നു എന്ന വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇവിടെയുള്ള പ്രദേശവാസിയായിട്ടുള്ള ഇസ്മായിലിന്റെ പ്രതികരണത്തോടെയായിരുന്നു വാർത്ത പുറത്തുവിട്ടിരുന്നത്. ആ വാർത്ത പൂർണ്ണമായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ശരിവെക്കുന്നുണ്ട്. ഈ കാണുന്ന മേഖലയ്ക്കുള്ളിൽ വെച്ചാണ് അനധികൃതമായിട്ട് പാറ പൊട്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നഗരസഭയ്ക്ക് ഒരു വിഷയത്തിൽ ന്യായീകരിക്കാൻ സാധിച്ചത്? വകുപ്പ് മന്ത്രിയുടെ നിലപാടിനെ പോലും അവഗണിച്ചുകൊണ്ട് എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ നിന്നും ഉയർന്നത്. വകുപ്പ് മന്ത്രി ഇവിടെ ശാസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സണെ മാത്രമല്ല തന്റെ വകുപ്പിന് കീഴിലെ ഉദ്യോഗസ്ഥരെ കൂടി കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മന്ത്രി ആ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.